من تصبح كل يوم بسبع تمرة أجوى لم يضره في ذلك اليوم سم ولا صدر ومن أكلها حين يمسي لم يضره شيء حتى يصبح. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ 7 അജുവാക്കാരക്ക കഴിച്ചാൽ അന്ന് വൈകുന്നേരം വരെ അവന് വിഷബാധ ഏൽക്കുകയില്ല, സിഹ്റും അവനെ ബാധിക്കുകയില്ല. ആരെങ്കിലും വൈകുന്നേരം 7 അജുവാക്കാരക്ക കഴിച്ചാൽ നേരം വെളുക്കുന്നത് വരെ അവന് വിഷാംശം ബാധിക്കുകയില്ല, സിഹ്റും അവനെ ബാധിക്കുകയില്ല. ഈ ഹദീസ് പ്രാമാണികമാണ്, എല്ലാവരും അംഗീകരിച്ചൊരു ഹദീസുമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ്. അജുവാക്കാരൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഈത്തപ്പഴം ഏത് ഗണത്തിൽപ്പെട്ടതാണെങ്കിലും അത് ആരോഗ്യദായകമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്, ബൈത്തുല്ലാ തംറ ഫീഹി ജിയാഉൻ നഹ്ലു, ഈത്തപ്പഴം സൂക്ഷിക്കാത്ത വീട്ടിൽ ദാരിദ്ര്യം വരും, അവർക്ക് വിശപ്പ് മാറുകയില്ല എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അക്രിമു അമ്മത്തക്കും അന്നഹ്ല, നിങ്ങൾ നിങ്ങളുടെ അമ്മായിയെ ബഹുമാനിക്കണം, അത് ഈത്തപ്പനയാണ് എന്ന് പറയുന്നു. ആദം നബിയെ പടച്ച മണ്ണിന്റെ ബാക്കി കൊണ്ടാണ് ഈത്തപ്പന സൃഷ്ടിച്ചത്. അത് വാപ്പയുടെ സഹോദരി എന്ന് അല്ലെങ്കിൽ ഈത്തപ്പന നമ്മുടെ അമ്മായിയാണ്, നിങ്ങളതിനെ ആദരിക്കണമെന്ന് പറയുന്നു. പൊതുവെ ഈത്തപ്പഴം ആരോഗ്യദായകമാണ്, അതിനകത്ത് ധാരാളം ഊർജത്തിന്റെ കലവറയാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. എല്ലാ നിലയ്ക്കുള്ള ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, എല്ലാം അടങ്ങി. വിളർച്ചയ്ക്ക് നല്ലതാണ്, കാഴ്ചശക്തി വർദ്ധിക്കാൻ നല്ലതാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഹദീസിൽ പറയുന്ന 2 നേട്ടങ്ങൾ, ഒന്ന് രാവിലെ 7 ഈത്തപ്പഴം അജ്വ കഴിക്കണം. അജ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ ലീന മരത്തിൽ, മദീനയിൽ ഉണ്ടാകുന്ന ലീന ഈത്തപ്പന മരത്തിലാണ് അജ്വ കഴിക്കുക. അത് രാവിലെ വെറും വയറ്റിൽ 7 കഴിച്ചാൽ വൈകുന്നേരം കഴിച്ചാൽ രാവിലെ വരെ 2 പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഒന്ന്, വിഷാംശബാധ ഏൽക്കില്ല. ഏത് വിഷമാണെങ്കിലും അത് ഇഴജന്തുക്കളുടെ വിഷം മാത്രമല്ല, നമ്മളത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പച്ചക്കറി ഉൾപ്പെടെ പലതും വിഷം കലർന്നതാണ്. ഇത് ശരീരത്തെ ബാധിക്കാതിരിക്കാൻ ഇത് ഉപകരിക്കും. ഇത് ശാസ്ത്രീയമായി ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴത്തിൽ. കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മൂത്രത്തിലൂടെ വിഷാംശങ്ങളെ വലിച്ചു കളയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. 2ാമത്തെ കാര്യം, സിഹ്റുബാധ ഏൽക്കില്ല എന്നുള്ളതാണ്. മാരണം, കൂടോത്രം ബാധിക്കില്ല. അത് ശാസ്ത്രീയമായി നമ്മുടെ വിശ്വാസപരമായി ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരു നിലയ്ക്കുള്ള സിഹറുകളും നമ്മളെ ബാധിക്കില്ല. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരം വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹാജിമാരൊക്കെ മടങ്ങി വരുന്ന സമയമാണ്. ഹാജിമാർ കൊണ്ടുവന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഒരു 40 റിയാലൊക്കെ കൊടുത്താൽ ഏറ്റവും നല്ല അജുവാക്കാരൊക്കെ മദീനയിൽ നിന്ന് കിട്ടും. അത് വാങ്ങി വീടുകളിൽ സൂക്ഷിക്കുക, രാവിലെ വൈകുന്നേരം ഇതുവരെ കഴിക്കുക. ഇത് ഉപകാരപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.